ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തം. ഭാഗം 2182. ഇന്ന് ഡിസംബർ മാസം 21 ഈ ആണ്ടിലെ 355 ദിവസത്തിലെത്തി. ക്രിസ്തുയേശു പറയുന്നുണ്ട്, കാഴ്ചയില്ലാത്തവരെ കാണുകയും കാഴ്ചയുള്ളവരൊക്കെ അന്ധരായി മാറുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായത്തിലുണ്ട്. അതിൻ്റെ 39, 40, 41 ഒക്കെ ഒന്ന് നോക്കിയാൽ കണ്ടെത്താൻ പറ്റും. വീണ്ടും ഒരു ഞായർ ദിനമാണ്. അതും നമ്മുടെ കർത്താവിൻ്റെ തിരുജന്മ പെരുന്നാളിന് മുമ്പുള്ള ഞായറാണ്. കുറെ കൂടി വെളിച്ചത്തിലാണോ നമ്മളെന്ന് നമുക്ക് തന്നെ ഒന്ന് ഉറപ്പുവരുത്താം. ഇനി വെളിച്ചത്തിലാണെങ്കിൽ തന്നെ ആ വെളിച്ചം നമുക്ക് ഗുണപ്പെടുന്നുണ്ടോ? ആ വെളിച്ചത്തെ നമ്മൾ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുന്നുണ്ടോ, പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? കാഴ്ചയല്ല, കാഴ്ചപ്പാടുകളാണ് ഒരുവന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത്. കാഴ്ച പുറമേയുള്ള കണ്ണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പുറമേ കാണുന്നതൊക്കെ അപ്പുറം ചിലത് ഉള്ളിൽ കാണുന്നതാണ് കാഴ്ചപ്പാട്. ഉദാഹരണത്തിന്, എല്ലാവരും കാണുന്നത് രാത്രി മുഴുവൻ വലയെറിഞ്ഞ് തീരത്ത് തളർന്നിരിക്കുന്ന ഒരു മുക്കുവനെയാണെങ്കിൽ, ഗുരു കാണുന്നത് അങ്ങനെയല്ല. ക്രിസ്തുയേശു കാണുന്നത് തളർന്ന് പരാജയപ്പെട്ട് ശൂന്യമായ കരങ്ങളോടും നിരാശ നിറഞ്ഞ ഹൃദയത്തോടും ഇരിക്കുന്ന പത്രോസിനെയല്ല, പിന്നെയോ തൻ്റെ ആ ശിഷ്യ സംഘത്തിന്റെ തലവനെയാണ്. വഴിപോക്കർ ഒരുവനെ കാണുന്നത് അകറ്റി നിർത്തേണ്ട ചുങ്കക്കാരന്മാരിൽ ഒരാൾ മാത്രമായിട്ടാണെങ്കിൽ, യേശു അയാളെ നോക്കുന്നത് തൻ്റെ ആദ്യ സുവിശേഷം രചിക്കാനുള്ള ആളായിട്ടാണ്, മത്തായിയെക്കുറിച്ചാണ്. ആ സ്ത്രീയുടെ കയ്യിലെ 2 ചെമ്പ് തുട്ടുകൾ കണ്ടു നിൽക്കുന്നവർക്ക് പരിഹാസത്തിനുള്ള അളവേ ഉള്ളൂ. അത് യേശുവിനാവട്ടെ അത് ഉള്ളതും സമർപ്പിക്കുന്നതിൻ്റെ അടയാളമാണ്. ഇങ്ങനെ കാഴ്ചപ്പാടുകളിലെ വ്യത്യാസം കൊണ്ടാണ് ക്രിസ്തുയേശു തൻ്റെ ചുറ്റുമുള്ളവരിൽ നിന്ന് ഇത്രത്തോളം വ്യത്യാസമുള്ള ആളായിട്ട് മാറിയത്. ആയുസ്സും ആരോഗ്യവുമൊക്കെ നമ്മളെ വീണ്ടും ഒരു ക്രിസ്തുമസിലേക്ക് എത്തിക്കുമ്പോൾ കുറെ കൂടി പ്രകാശമുള്ള മനുഷ്യരായിട്ട് നമുക്ക് മാറാം. ഈ പ്രകാശത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രവർത്തനം എന്താണ്? അവനവന്റെ ജീവിതത്തെ ഒന്നും കൂടി ഒന്ന് നവീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യാന്നുള്ളതാണ്, ഒരു മടിയും ലജ്ജയും കൂടാതെ. അങ്ങനെ സ്വന്തം ജീവിതത്തെ ഒന്ന് വീണ്ടെടുക്കുന്നത് പരിസരത്തെയും പ്രിയപ്പെട്ട ഓരോരുത്തരെയും നേടാനാവും. അങ്ങനെ നമുക്ക് ഏറ്റവും ഹൃദ്യമായ ഒരു ക്രിസ്തുമസ് അനുഭവത്തിലേക്ക് പ്രാർത്ഥനയോടെ നടന്നെടുക്കാം. ആമേൻ.